പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് സംഭവിച്ചതെല്ലാം കേട്ട് ഹെരോദസ് രാജാവ് പരിഭ്രാന്തനായി. എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും, ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും, പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു. ഹെരോദോസ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ ശിരച്ഛേദനം ചെയ്തു, പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? അവനെ കാണാൻ ഹെരോദോസ് ആഗ്രഹിച്ചു. ഈ വചനഭാഗത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണ, യേശുവിനെ കുറിച്ച് ഹെരോദോസ് കേൾക്കുന്നു. എന്നാൽ ഹെരോദോസിന്റെ മനസ്സിൽ ഹെരോദോസ് വധിച്ച യോഹന്നാനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം ഹെരോദോസ് യോഹന്നാന് പുണ്യവാനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് വിശ്വസിച്ചുവെങ്കിലും പാപത്താൽ നിറഞ്ഞ് ജീവിച്ചതുകൊണ്ട് ശരീരത്തിനെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് നീതിമാനായ യോഹന്നാനെ വധിക്കുന്നു. തന്റെ സ്വാർത്ഥ താല്പര്യം നിറവേറ്റുന്നു. ഹെരോദിയെ സന്തോഷിപ്പിക്കുന്നു. ഹെരോദിയുടെ മകളെയും സന്തോഷിപ്പിക്കുന്നുണ്ട്. നന്മ തിരിച്ചറിഞ്ഞ് നന്മയും മുറുകെ പിടിച്ച് ജീവിക്കാം. യേശുവിനെ കാണുവാനായിട്ട് ഹെരോദസ് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരിലുള്ള നന്മ നമ്മൾ മനസ്സിലാക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.